ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ പാർട്സ് കറിയാണ്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കറിയും സ്പെഷ്യലാണ്, ഉണ്ടാക്കുന്ന അടുപ്പും സ്പെഷ്യലാണ്. ഇതാണ് കേട്ടോ നമ്മുടെ അടുപ്പ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം പാത്രം വെച്ചു, ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 കിലോ ചിക്കൻ പാർട്സ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിത് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് തീ അധികമായതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക, പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കുക, പിന്നെ ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ചതച്ചിട്ട് ചേർക്കണം കേട്ടോ. പിന്നെ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല തീക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്കിത് കുറയ്ക്കാനൊന്നും കഴിയൂല, കാരണം അങ്ങനത്തെ സ്പെഷ്യൽ അടുപ്പാണല്ലോ. നമ്മളെല്ലാവരും കൂടെ കൂടിയപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു അടുപ്പാണ് കേട്ടോ അത്. കൃത്യമായൊരു തയ്യാറെടുപ്പൊന്നുമില്ലേ. നമ്മൾ അടുപ്പ് കല്ല് കൂട്ടിയിട്ട് അടുപ്പുണ്ടാക്കാൻ വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാത്ത രീതിയിൽ ഇളക്കിയേ. ഇതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. കുറച്ച് പോരായി തോന്നി, ഇത്ര വേണമെന്നില്ല കേട്ടോ. ഇത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളൊക്കെ ഒന്ന് യോജിക്കട്ടെ അതിലേക്ക്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ചൂടുണ്ട്, അതാ പുകയൊക്കെ വരുന്നുണ്ട്. ഇത് ഇളക്കിയപ്പോൾ കുറച്ച് മല്ലിപ്പൊടി കുറവുണ്ട് തോന്നിയിട്ടോ. അതിലേക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇതാ പൊടിയൊക്കെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂട് നല്ലതായിട്ടുണ്ട്. ഇനി അതിലേക്ക് കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അതാ ഇവിടെ കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ പാർട്സും കൂടെ ചേർത്ത് കൊടുക്കുക. 2 കിലോനാണ് കേട്ടോ. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടതാ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വെള്ളമൊന്നും ചേർക്കണ്ടേ. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അടച്ച് വയ്ക്കുക. അത് കുറച്ച് സമയം ഒന്ന് വേവിക്കാം. ഇനി ഏകദേശം ഒരു പകുതി വേവാകുമ്പോൾ തുറന്നിട്ട് നമുക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നല്ല രീതിയിൽ ഇതാ വെന്തിട്ടുണ്ട്. ഒന്ന് നല്ല ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി കുറച്ച് അധികം തന്നെ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാവർക്കും കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഞങ്ങളിത് ഒന്നും കൂടെ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം തീ നല്ല ചൂടുണ്ട്. ഇത് താഴേന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അടുപ്പത്തേക്ക് തന്നെ വെച്ചിട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നല്ല തീ ഉണ്ട് കേട്ടോ അടുപ്പിന്. ഇതാ നന്നായിട്ട് ആളി കത്തുന്നുണ്ട്. ഇത് തിളച്ചിട്ടുണ്ട്, പാർട്സ് കറി തിളച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർക്കാം. നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കി ഉപ്പൊക്കെ നോക്കട്ടോ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പൊക്കെ ചേർക്കുന്നത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. കഷ്ണമൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ഇടയിൽ വേവൊക്കെ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സ്വീറ്റ് കോണും കൂടെ അതിൽ മുറിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്ന് അറിയില്ല, പക്ഷേ വെന്ത് കഴിഞ്ഞാൽ നമുക്കെടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ പാർട്സ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങളെല്ലാവരും കൂടെ ഇതും കൂടി ചോറ് തിന്നാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചിക്കൻ പാർട്സ് കറി തന്നെയാണ് കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്.
അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.